ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പഠിച്ചാലോ? ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ക്രോപ്സ് ഏതാണ്, അഥവാ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയാണ്? യെസ്, അതിന്റെ ആൻസർ എന്താണ്? ഫുഡ് ക്രോപ്സും ക്യാഷ് ക്രോപ്സ് ആണ്, അഥവാ ഭക്ഷ്യവിളകളും നാണ്യവിളകളുമാണ്. ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണ ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഭക്ഷ്യവിളകൾ. അതുപോലെ നാണ്യവിളകൾ എന്താണ്? വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്ക്, അല്ലെ, അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. അതായത് ക്രോപ്സ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആർ കോൾഡ് ക്യാഷ് ക്രോപ്സ്. അല്ലെ, ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെ, പരുത്തിക്ക് എക്സാമ്പിൾ ആണ്. പരുത്തി എന്താണ്? പരുത്തിയിൽ നിന്ന് നമുക്ക് വസ്ത്രം ലഭിക്കുന്നില്ല, അതൊക്കെ ഇൻഡസ്ട്രിയിൽ, അവിടെ തുണി വ്യവസായം വന്നല്ലേ, അതൊക്കെ എന്താണ്? ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട്. റബ്ബർ, അല്ലെ, റബ്ബർ എന്തിനാണ്? നമ്മുടെ ടയർ വ്യവസായമൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് നോക്കിക്കോ. ഫുഡ് ക്രോപ്സിൽ എന്തൊക്കെ വരും? യെസ്, നമ്മൾ കഴിക്കുന്ന എന്തോ ഫുഡ് ക്രോപ്സ് ആണ്, അല്ലെ. അതായത് റൈസ്, അല്ലെ, അരി, വീറ്റ്, ഗോതമ്പ്, ട്യൂബേഴ്സ്, കിഴങ്ങുകൾ, മില്ലറ്റ്സ്, ഇതൊക്കെ എന്താണ്? ഫുഡ് ക്രോപ്സ് ആണ്. അതുപോലെ ക്യാഷ് ക്രോപ്സിൽ വരുന്നതാണ് കോട്ടൺ, പരുത്തി, ജൂട്ട്, ചണം, അതുപോലെ റബ്ബർ, ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കളൊക്കെ എന്താണ്? ക്യാഷ് ക്രോപ്സിൽ വരുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ. എന്തായാലും അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.